ഹലോ, ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ കേട്ടോ. അവൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഞങ്ങളങ്ങനെ കാണാറ് സംസാരിക്കാറും ഒന്നുമില്ല. അവളെന്നും എൻ്റെ ഒരു പുത്താണ്. ഇന്ന് നിർത്തിയിട്ട് പോവുമോ? എനിക്ക് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് അവളുടെ അടുത്തൊരു പ്രത്യേക സ്നേഹം. ഞാൻ വിചാരിച്ചു ഇന്നാണെങ്കിൽ ഇവിടെ മഴക്കോളുണ്ട്, എന്നാലും മഴയൊന്നും ഇതുവരെ പെയ്തിട്ടില്ല. കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടിയും പട്ടിയൊക്കെ പറക്കിയെടുത്ത് ഞാൻ പോകുന്ന കാര്യം അവൾ ചിന്തിക്കത്ത് പോലുമില്ല. കാരണം ഞങ്ങൾ തമ്മിൽ വിളിക്കാറ് പോലുമില്ല. ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ വർഷം കണ്ട് ഒരു വട്ടം വിളിച്ചത്, ഈ വർഷം ഇതുവരെ വിളിച്ചിട്ട് പോലുമില്ല. നമ്മൾ കണ്ടിട്ട് 3 വർഷം 4 വർഷം കണ്ടാവുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൊച്ചിനെ ഒന്നും അവൾ കണ്ടിട്ടില്ല, അവൾക്ക് ഇങ്ങോട്ട് വന്ന് കാണാമെന്നേ ഉള്ളൂ. പക്ഷെ അവൾ വന്നില്ല. വോട്ട് 2020 എനിക്ക് ഈ പറയുന്ന പൂജ ജയപ്രസാദിനെ കിട്ടുന്നത്. കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടേയില്ല. 1-2 വട്ടം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്, അത് തന്നെ. ഇനി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ഇമോഷൻസിലാണ് ഞാൻ. ചേട്ടാ കോഴിക്കമൂല പോവോ? നമ്മളെ അവളുടെ വീടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാനിങ്ങി താഴെ ഇറങ്ങി. അപ്പം ഞാനല്ലേ വീട്, ഞാൻ പണ്ട് വന്നതാ. മുഖമൊക്കെ മറച്ച് കയറി പോവാ. പൂജ ജയപ്രസാദ് ഉണ്ടോ? ഇതാണ് യൂട്യൂബർ പൂജ. ഹാപ്പി ബർത്ത്ഡേ. പേര് പറഞ്ഞോട്. ബർത്ത്ഡേ ആയിട്ട് ബിരിയാണി ഒന്നുമില്ലേ? പായസമെങ്കിലും വെച്ച് കടിച്ചിരി. പിന്നെ നല്ല ഭംഗിയുണ്ട്. വീഴുന്നുണ്ടോ? പണ്ട് ഞാൻ ഇവിടെ ആയിരുന്നു ഇരിക്കുന്നേ. ഞാൻ പായസം പോലും ഇല്ലോടെ ഇവിടെ. ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ടോ? അമ്മ അച്ഛനും. ഓ അവിടെ എല്ലാരും എന്നെ അച്ഛനും ഇല്ലേ? വീട്ടിൽ നിന്ന് ഭയങ്കര ആവേശത്തിൽ ഞാൻ ഇറങ്ങി. രാവിലെ ഉറക്കം എണീറ്റപ്പോഴത്തേക്ക് പൂജയുടെ ബർത്ത്ഡേ. ബർത്ത്ഡേ എന്തോ ചെയ്യും, ഇപ്പൊ എന്തോ ചെയ്യാൻ പറ്റും? എന്തേലും കേക്ക് ഞാൻ ഓർഡർ ചെയ്ത് വീട്ടിൽ കൊടുത്തു വിട്ടാലാ? വേണ്ട, എനിക്ക് തിന്നാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് ഞാൻ പോവാന്നേ, അമ്മ കല്യാണത്തിന് പോയി, വൈകിട്ടേ വരത്തുള്ളൂ, ഇവിടെ നീ കൊച്ചു ഒറ്റയ്ക്കുള്ളൂ. ശരി, ഞാൻ പൂജയുടെ കൊണ്ട് പോവാ. വേണ്ട, കൊച്ചിനെ കൊണ്ട് മഴയത്ത്. ഞാൻ പറഞ്ഞ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. കൊട്ടാരക്കര എത്തിയപ്പോ വരാൻ വീട്ടിൽ പോണം, യാത്ര ചെയ്യാൻ വേണ്ടി. പിന്നെ കൊട്ടാരക്കരയിൽ കിളിമാന് വരെ ഈ പെണ്ണ് ഉറങ്ങിയത് കൊണ്ട് ഞാനും ഒന്ന് ഭയങ്കര വയ്യായിരുന്നു. യാത്രയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചൊളിച്ചോട്ട് പോയായിരുന്നു. മാള് പറയണേന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കുന്ന എടുക്കണം. അപ്പൊ പിന്നെ മാങ്ങ സീസൺ ആയപ്പോ മാങ്ങ വെച്ചിട്ടുള്ള എല്ലാം അയച്ചു തരുമായിരുന്നു. മാങ്ങയായിട്ട് ഒരു തേങ്ങ ഉണ്ടാക്കി എന്താ ഉണ്ടാക്കുക, എടുക്കണ കട്ട് ചെയ്യണ മൊത്തം പുഴു. പിന്നെ അപ്പുറത്തെ താളി വാങ്ങിയില്ലൊക്കെ കറയിലൊക്കെ വരുന്നതേ. നമുക്ക് സൈനിലബാൻ തിന്നാൻ പോയാലോ? കൊല്ലത്തേ ഉള്ളൂ. എന്നാ പക്ഷെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്താ ചെയ്യുന്നേ? അതേപോലെ ഇടും. പക്ഷെ എനിക്കതൊന്നും പറ്റിയൊന്നുമില്ല. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ 10 ഒരു പാട്ട് തന്നെ ഞാൻ പാടുന്ന കഷ്ടപ്പാട് എനിക്ക് അറിയാമോ? എന്നുവെച്ചാ ഇല്ലാത്ത വണ്ടികളെ പോക്കണം. ഇവിടെ ഒന്നും ഇല്ലാത്ത ആട് വരെ കുരയ്ക്കണ സൗണ്ട്. ആട് കുരയ്ക്കോ? വീഡിയോ കണ്ടപ്പോ ഫുള്ളിടുമ്പോ എനിക്ക് അയ്യേ പൂജ അഭിനയിക്കണേ. നീ സുന്ദരിയായിട്ടിരിക്കണ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടപ്പോ എവിടെയാണ് ലിപ്സ്റ്റിക് എന്നെ ചുണ്ടിക്ക് എല്ലാം ഞാൻ തിന്നു. ഞാൻ റീൽസ് ഇട്ട് തുടങ്ങിയപ്പോ എന്റെ അനിയൻ എന്നെ അടിച്ചമർത്തി. യൂട്യൂബിന് എന്തൊരു വേണം ഇട്ടോ, പക്ഷെ റീൽസ് ഇടരുത്. അങ്ങനെ ഞാൻ നിർത്തി. പക്ഷെ പണ്ടൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ ഈ സമയത്ത് എവിടെയെങ്കിലൊക്കെ എത്തി. എവിടെ പാല് വാങ്ങാൻ പോന്നേ? അവിടെയാണ് വാങ്ങിക്കാറുള്ള. നീ പയ്യെ പോണോന്ന്. ഞാനിന്ന് വീട്ടിൽ പോണില്ല, ഞാനിന്ന് ഇവിടെ നിൽക്കുവാ. എന്നെ വീട്ടുകാർക്ക് വേണ്ടെന്ന്. പൂജയുടെ സ്പെഷ്യൽ ചായ കുടിക്കുക. അവർക്ക് എന്റെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ സേമിയ പായസം. ആരുടെ വക? എന്റെ 10 ഇളക്കാൻ അമ്മ പറഞ്ഞു. 10 വട്ടം നമ്മൾ ഇളക്കണം. ഒരുത്തി ഇവിടെ ചായ ഇടുവെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക. ഇങ്ങനെ ചൂടാക്കണം. ഓക്കെ, എന്തുവാടി കുഴപ്പം? ഇപ്പൊ പറഞ്ഞാണ് ചേച്ചി, ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന തിളക്കണായിരുന്നു. വാവ്, നൊസ്റ്റാൾജിയാണോ? എവിടെ പോയിരിക്കുക? വീട് കേക്ക്
സർപ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നെ ഇവിടെ റൂമിലാക്കി കഥ കടച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് ഒരുങ്ങിയൊക്കെ ഇരിക്കാൻ പറ്റും. നല്ല സർപ്രൈസ് ആവും അല്ലേ? നോക്കാം. അതിലേക്ക് തള്ളു എന്തെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. എനിക്കൊന്നും മറ്റില്ല, ആർച്ചൊക്കെ കിട്ടും. പോപ്പറൊക്കെ കാണുന്നുണ്ടോ? അത് കുഴപ്പമില്ല. നിങ്ങളെല്ലാരും കൂടെ